ഒരാഴ്ചയായി ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു ഉത്സവം പോലെ ഈ പ്രദേശത്തുകാരുടെ ഒരു ആവേശമായാണ് ഇപ്രാവശ്യം സമിതിയുടെ പരിപാടികൾ നടന്നു വന്നത്. വർഷം തോറും നാലാപ്പാട് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ അനുസ്മരണ സമ്മേളനങ്ങൾ, അതിനോടനുബന്ധിച്ച് നടത്തുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഊന്നൽ നൽകിയിരുന്നത് ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ സാഹിത്യപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു. ഈ പ്രാവശ്യവും കഥ, കവിത, മാപ്പിളപ്പാട്ടുകൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി തന്നെ ഇവിടെ പരിപാടികൾ നടത്തുകയുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്ന പലരും വന്നില്ലെങ്കിലും ഇവിടെ ഈ നാലാപ്പാടൻ സാംസ്കാരിക സമിതിയുടെ ഒരു പരിപാടി അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തിൻ്റെ MLA ഉണ്ടായിരിക്കും. അത് ഈ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. സാഹിത്യരംഗത്ത് സൃഷ്ടികൾ നടത്തുവാൻ പോലും തയ്യാറായിട്ടുള്ള നമ്മുടെ MLA സമിതിക്ക് വേണ്ടിയും ഈ പുന്നൂർകുളത്ത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അവരെ വിളിച്ചപ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ എറണാകുളത്തോ തൃശ്ശൂരോ ഉള്ള ആളായിരിക്കുമെന്നാണ് ആദ്യമൊക്കെ കരുതിയത്. പക്ഷേ തിരുവനന്തപുരത്താണ് എന്നറിഞ്ഞപ്പോൾ എന്തായാലും വരുമെങ്കിൽ നോക്കാം എന്നുള്ള നിലയ്ക്ക് ക്ഷണിക്കുകയും അവർ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് അവർക്ക് നമ്മൾ തീയതി കൊടുത്തിരുന്നത് കുറച്ച് മുമ്പായിരുന്നു. പക്ഷെ അന്ന് വളരെ ഉത്തരവാദപ്പെട്ട ചില പരിപാടികൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് വരാൻ നിവൃത്തിയില്ല എന്നറിയിക്കുകയും പുന്നൂർകുളത്ത് വരാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാലത്ത് ഇവിടെ എത്തി. ഇന്നലെ വന്നാലേ ഇന്നിവിടെ എത്തുള്ളൂ. ഇനി ഇന്ന് ഇവിടുന്ന് പോയാൽ നാളെ അവിടെ എത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം മെനക്കെട്ടാണ്. വളരെ തിരക്ക് പിടിച്ച ആളാണ്. എന്നിട്ടും നമ്മുടെ സമിതിയുടെ ഇളം തലമുറ എന്ന് പറയട്ടെ, സരിതയുടെ നിർബന്ധപ്രകാരമാണ് ഭാഗ്യലക്ഷ്മി അവർ ഇവിടെ എത്തിച്ചേർന്നത്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏവരുടെയും പ്രിയ താരമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാലാപ്പാടൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചാൽ മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും അദ്ദേഹം അവിടെ എത്തിയിരിക്കും. ഇന്ന് ബാങ്ക് ലീവ് എടുക്കാൻ വയ്യ, അതുകൊണ്ട് ബാങ്ക് ടൈം കഴിഞ്ഞിട്ടാണ് വരികയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമിതിയുടെ ചെയർമാൻ വേദിയിലുണ്ട്. ചെയർമാൻ്റെ സഹകരണം ഈ പ്രാവശ്യത്തെ ആഘോഷത്തിന് വളരെ മാറ്റുകൂട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമിതിയുടെ എല്ലാമായ കൃഷ്ണൻ മാഷ് അവർകളെയും
ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ച നിരവധി പ്രതിഭാശാലികളുടെ ഒരു നാടാണ് പുന്നയൂർകുളം. നാലാപ്പാട്ട് നാരായണ മേനോൻ എന്ന വിഖ്യാതനായ കവിയും സാഹിത്യകാരനും കേവലമായ ഒരു കവിയെന്നോ സാഹിത്യകാരനെന്നോ മാത്രം വിളിക്കാവുന്ന ഒരാളല്ല. മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രം തന്നെ മാറ്റി എഴുതിയ അത്യുജ്വലമായ സംഭാവനകൾ അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന എൻ്റെ സുഹൃത്ത് മലയാളത്തിലെ വിഖ്യാതനായ പ്രഭാഷകൻ ശ്രീ ആലങ്കോടും ശ്രീമതി ഭാഗ്യലക്ഷ്മിയും എല്ലാം വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കും. നാലാപ്പാട്ട് നാരായണ മേനോൻ കണ്ണുനീർത്തുള്ളിയുടെ രചയിതാവ് എന്നുള്ള നിലയിൽ കാവ്യരംഗത്തെ അപൂർവ പ്രതിഭയാണ്. വിരഹദുഃഖം കൊണ്ട് രചിക്കപ്പെട്ട കണ്ണുനീർത്തുള്ളി അന്നത്തെ കാവ്യലോകത്ത് വിസ്മയകരമായ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കൃതിയാണ്. എന്നാൽ ഇതേ വേദിയിൽ ഞാൻ ഓർക്കുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട് നാലാപ്പാടൻ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഇവിടെ നടത്തിയൊരു പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കണ്ണുനീർത്തുള്ളിയുടെ രചയിതാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. അതേസമയം അതിനേക്കാളേറെ അദ്ദേഹം ചിരസ്മരണീയനാകുന്നത് പാവങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്നതുകൊണ്ടാണ്. ഒരു കാലത്തെ സാഹിത്യ ജീവിതത്തിൽ തിരസ്കൃതരായിട്ടുള്ള മനുഷ്യർക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വലിയ മേഖലകളിൽ വിരാജിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നത്. എന്നാൽ അവഹേളിതരും തിരസ്കൃതരുമായിട്ടുള്ള മനുഷ്യരുടെ ജീവിത കഥകളും അവരുടെ ജീവിത ദുരന്തങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്, പ്രത്യേകിച്ച് മലയാളത്തിൽ ചർച്ചയായത് പാവങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടതോടു കൂടിയാണ്. അന്നുവരെ ഉണ്ടായിരുന്ന സാഹിത്യ സങ്കല്പത്തെ പാവങ്ങൾ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. ഒരു ദുരന്ത ജീവിതാനുഭവം സാഹിത്യത്തിന് വിഷയമാവുക, അത് സാഹിത്യ ലോകം ഇരു കൈയും നീട്ടി സ്വീകരിക്കുക, അതാണ് പാവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പാവങ്ങൾ ഉണ്ടാക്കിയ ചലനം അതാണ്. പിന്നീട് നമുക്കറിയാം, മലയാള സാഹിത്യത്തിൽ പാവങ്ങൾ മലയാളത്തിൽ വന്ന ശേഷം തിരസ്കൃതരായ മനുഷ്യരുടെ എത്രയോ കഥകൾ മലയാളത്തിൽ ഉണ്ടായി. കഥകളിൽ, കവിതയിൽ എല്ലാം, പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളിലും അതിൻ്റെ തുടർച്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പിന്നീട് ഉണ്ടായി. പീഡനം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിത വിചാരങ്ങൾ, അവരുടെ ജീവിത സങ്കടങ്ങളെല്ലാം കലയിലും സാഹിത്യത്തിലും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഈയിടെ MT വാസുദേവൻ നായർ പുന്നയൂർകുളത്ത് വന്ന് നടത്തിയ പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. നാലാപ്പാട്ട് നാരായണ മേനോൻ എന്ന് പറയുന്ന ആ കാലത്തെ ഒരു ഫ്യൂഡൽ തമ്പുരാൻ, സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു ഉയരത്തിലുള്ള ഒരു മനുഷ്യൻ, അത്തരത്തിലുള്ള ഒരാൾ തിരസ്കൃതരായിട്ടുള്ള ആളുകളുടെ കഥ അദ്ദേഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറയുന്നതിന് വല്ല അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ നാലാപ്പാട്ട് തറവാട് കേരളത്തിലെ സാഹിത്യ നായകരുടെ ഒരു സംഗമ ഭൂമിയായിരുന്നു എന്ന് MT നിരീക്ഷിക്കുകയുണ്ടായി. കുട്ടികൃഷ്ണമാരാരും ഇടശ്ശേരിയും അതുപോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യർ അവർ നടത്തിയ സാഹിത്യ സംവാദങ്ങൾ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയെന്നാണ് MT നിരീക്ഷിച്ചിട്ടുള്ളത്. ആ തരത്തിൽ മലയാള സാഹിത്യത്തിന്, സംസ്കാരത്തിന്
ഒരിക്കലും വിസ്മരിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ മഹാരഥനായൊരു മനുഷ്യസ്നേഹിയെ, ഒരു സാഹിത്യ നായകനെയാണ് നാം ഇവിടെ സ്മരിക്കുന്നത്. അത് പുതിയ തലമുറയിലേക്ക് എത്തിക്കുക, കാലത്തെ അതിജീവിച്ച സംഭാവനകൾ, തലമുറകളെ അതിജീവിച്ച സംഭാവനകൾ, അത് പുതിയ കാലത്തിന് വലിയ പ്രചോദനം നൽകുന്നു എന്ന് ഞാൻ കരുതുന്നു. സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാംസ്കാരിക മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഇത്. ഇവിടെ ശ്യാലംകുടിനെയും ഭാഗ്യലക്ഷ്മിയും വേദിയിലിരുത്തി ഇവിടുത്തെ ഒരു സ്ഥിരാംഗമായിട്ടുള്ള ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് അനുചിതമാകും എന്ന് കരുതുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മിയെ കുറിച്ചൊരു വാക്ക്, ഞാൻ അവരെ ആദ്യം കാണുകയാണ്, നേരിൽ കാണുകയാണ്. പക്ഷേ ഒരുപാട് അവരെ വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഭാഷാപോഷണിയിൽ അവർ എഴുതിയ അവരുടെ ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു കഥ, സത്യത്തിൽ ഇവിടെ അവരെ വിശേഷിപ്പിച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നാണ്. സത്യത്തിൽ അങ്ങനെ മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ അവരെ കണക്കാക്കുന്നില്ല. തീർച്ചയായിട്ടും ആ മേഖലയിൽ അവർ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭയായ കലാകാരിയാണ്. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായി എല്ലാ തരത്തിലുമുള്ള ജീവിത ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെണീറ്റ ആ മഹതിയായ ഒരു കലാകാരിയായിട്ടാണ് ഞാൻ അവരെ കണക്കാക്കുന്നത്. ജീവിത ദുരന്തങ്ങളിൽ പതറാതെ നിന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ ഓർക്കുന്നു. ഏതെങ്കിലും ഒരു വേദിയിൽ ഇങ്ങനെ പറയാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷെ ഒരു മുഹൂർത്തം ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയാതെ ആംബുലൻസിൽ ധരിച്ചിരുന്ന കുട്ടിയായ ഒരു പെൺകുട്ടിയെ അവർ കുറിച്ചിട്ടുണ്ട്. അത് കേവലമായ ഒരു ജീവിത സംഭവമല്ല, ഒരു ജീവിത ദുരന്തത്തെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു സ്ത്രീ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മാതൃകയാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാലങ്കോട് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉള്ള ഈ വേദിയിൽ ദീർഘമായൊരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നാലാപ്പാട്ട് നാരായണ മേനോൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ആ സ്മരണ കൂടുതൽ സാംസ്കാരിക മണ്ഡലത്തിൽ ഇന്നുള്ള എല്ലാ തരത്തിലുമുള്ള വിദണ്ഡവാദങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള സാംസ്കാരിക അപജയത്തിനുമെതിരായി പോരാടാനുള്ള ഒരു കരുത്തായി ഞാൻ കരുതുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ എന്നെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.